പ്രിയപ്പെട്ടവരെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതം ഒരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞ 9 എപ്പിസോഡും ഇന്ന് തുടരുന്ന 10ാമത്തെ എപ്പിസോഡും ഗുജറാത്ത് വംശഹത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആലോചനകളും വിമർശനങ്ങളും അന്വേഷണങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ 10ാമത്തെ അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലെ എപ്പിസോഡോടുകൂടി ഗുജറാത്ത് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള, ഗുജറാത്തിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണത്തിന് താൽക്കാലികമായി ഒരു കോമയിടുകയാണ്. ഓർമ്മിപ്പിക്കുന്നു, പൂർണ്ണവിരാമമല്ല, ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമ, ഒരു അർദ്ധവിരാമം. എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, പ്രത്യേകിച്ച് കൂടുതൽ വിവരണങ്ങളൊന്നുമില്ലാതെ തന്നെ സമകാലീന സംഭവങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അതൊരു അധികപ്പറ്റാകുമോ? സർവ്വ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും എന്ന് പറയുന്നതാവില്ലേ കൂടുതൽ ശരി? ഞാൻ ആ 1ാമത്തെയും 2ാമത്തെയും പ്രയോഗം ഒന്നിച്ചു ചേർക്കുകയാണ്. സകല ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരല്ലാത്ത ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അനിവാര്യമായ ഒന്ന്, അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും നാം കൊതിക്കുന്നത്, കിനാവ് കാണുന്നത് സ്വസ്ഥമായ, സംതൃപ്തമായ, സമാധാനപൂർണമായ ഒരു ജീവിതമാണ്. പല വൈവിധ്യങ്ങൾക്കിടയിൽ, പല അഭിപ്രായ ഭിന്നതകൾക്കിടയിൽ, പല വ്യത്യസ്ത കാഴ്ചപ്പാടുകൾക്കിടയിൽ നമുക്ക് ഐക്യപ്പെടാവുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് അനിവാര്യമായും സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വ്യത്യസ്തതകളെ കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അഭിരുചികൾ ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യക്ക് തൽക്കാലമായി, ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് താൽക്കാലികമായി ഒരർദ്ധവിരാമം ഇടുമ്പോൾ നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് ഇനി ഒരിടത്തും ഒരു കാരണവശാലും ഇതുപോലുള്ള വംശഹത്യകൾ സംഭവിക്കരുത് എന്നാണ്. പക്ഷേ സംഭവിക്കരുത് എന്ന് നാം വിചാരിക്കുന്ന പലതും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ വെറും വിചാരങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് എന്തുകൊണ്ട് വംശഹത്യ? അത്തരമൊരാലോചനയാണ് നിരവധി പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ 9 എപ്പിസോഡിൽ നടത്തിയത്. 10ാമത്തെ ഈ എപ്പിസോഡോടുകൂടി താൽക്കാലികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോമയിട്ട് അത് അവസാനിപ്പിക്കുകയാണ്. മുമ്പൊക്കെ ആവർത്തിച്ചൊരു കാര്യം, ഗുജറാത്തിനെക്കുറിച്ച് പറയുന്നത് ഗുജറാത്തുകൾ ആവർത്തിക്കാതിരിക്കാനാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ അതേക്കുറിച്ച് വീണ്ടും ഓർമ്മിച്ചെടുക്കുന്നത് ഒരിക്കലും പിന്നെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആ അർത്ഥത്തിൽ വംശഹത്യക്കെതിരെയുള്ള ഒരു സമരം തന്നെയാണ്, ഒരു പ്രതിരോധം തന്നെയാണ്, ഒരു പ്രക്ഷോഭം തന്നെയാണ്. അതേക്കുറിച്ചുള്ള ആലോചനകൾ, അന്വേഷണങ്ങൾ, വിമർശനങ്ങൾ, അപഗ്രഥനങ്ങൾ, അതാണ് ഇത്രയും നടത്തിയത്. ഈ എപ്പിസോഡിൽ സൗഹൃദത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഗുജറാത്തിലും ഗുജറാത്തിന് പുറത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഇടപെടലുകളെക്കുറിച്ചും ഇനിയും തുടരേണ്ട ഇടപെടലുകളെക്കുറിച്ചും മാത്രമാണ് വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കുന്നത്. അതിനൊരു ആമുഖം എന്ന നിലയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള കലയുടെ ലോകത്തെ രക്തസാക്ഷിയായ സഖാവ് സപ്തർ ഹാഷ്മിയുടെ സ്വാതന്ത്ര്യം എന്നൊരു കവിത പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു സമാധാനത്തിലേക്കുള്ള സാഹസിക യാത്ര, തീർത്ഥയാത്ര എന്നും വിളിക്കാം, പ്രക്ഷോഭ പര്യടനം എന്നും വിളിക്കാം, നമുക്ക് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സപ്തർ അടിസ്ഥാനപരമായി ഒരു നാടക പ്രതിഭയാണ്. എങ്കിൽ പോലും അദ്ദേഹം എഴുതിയ കവിത, ആ കവിത തുടങ്ങുന്നത് സ്വാതന്ത്ര്യമെന്നാൽ കുത്തലും ചവിട്ടലും കൂക്കി വിളിക്കലും കൊല വിളിക്കലും ഉന്തലും തള്ളലും അല്ല സുഹൃത്തുക്കളെ. അപ്പോൾ പിന്നെ സ്വാതന്ത്ര്യമെന്നാൽ എന്താണ്? സ്വാതന്ത്ര്യമെന്നാൽ എഴുതാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക, ചിത്രം വരയ്ക്കുക,
നിറങ്ങൾ ചാർത്തുക, കേളിയാടുക, ഓരോ മരത്തിൻ്റെയും ചങ്ങാതിയാവുക, പൂവുകളുടെ പറവകളുടെ ചങ്ങാതി, എന്നുമെന്നും ചങ്ങാതിമാരായിരിക്കുക. സ്വാതന്ത്ര്യമെന്നാൽ സ്നേഹിക്കലും സഹായിക്കലുമാണ് കൂട്ടരെ. എങ്ങുമെങ്ങുമുള്ള ജനങ്ങളെ സ്നേഹിക്കുക, നിർഭയരായി സ്നേഹിക്കുക. അതാണ് സ്വാതന്ത്ര്യം. സപ്തർഹാഷ്മി നമ്മെ അനുഭവിപ്പിക്കുന്നത്, കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ അനുഭൂതിപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പൊരുളാണ്, മൂല്യമാണ്. ആ പൊരുൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ പ്രകാശം പരത്തുന്ന സ്നേഹത്തിൻ്റെ, ഒരിക്കലും അണഞ്ഞു പോകാൻ പാടില്ലാത്ത സൂര്യ സാന്നിധ്യമാണ്. പക്ഷേ ഇന്ന് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നാം അനിവാര്യമായും എഴുതുകയാണെങ്കിൽ ഞാൻ പറയും അടിവരയിടണം. സംഭാഷണം നടത്തുകയായതുകൊണ്ട് ആവർത്തിക്കണം. അത് മറ്റൊന്നുമല്ല, ഇന്ന് സ്നേഹിക്കണമെങ്കിൽ നാം സമരം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ വംശഹത്യ പലതവണ ആവർത്തിച്ചു. അത് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, ബസ് സ്റ്റോപ്പിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും നഗരങ്ങളിൽ വെച്ച് തുടങ്ങി അവസാനിക്കുന്ന ഒന്നല്ല. അതൊരു വലിയ വൈറസാണ്. വൈറസ് എന്ന് ഞാനൊരു കുറിപ്പിൽ എഴുതിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അത് ഗുജറാത്ത് വൈറസ് മാത്രമല്ല, ഗുണ്ടാ വൈറസ് കൂടിയാണ്. ശരിയാണ്, ആ ഗുണ്ടാ വൈറസ് ഗുജറാത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് തുടക്കത്തിൽ സ്വാതന്ത്ര്യമെന്നാൽ എന്താണെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സപ്തർഹാഷ്മി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കവിത പറഞ്ഞുകൊണ്ട് ആ കവിതയിൽ ആവർത്തിക്കുന്ന, വായിക്കാനും എഴുതാനും ചിത്രം വരയ്ക്കാനും അതിനൊക്കെ അപ്പുറം ചങ്ങാത്തത്തിൻ്റെ ഒരു ലോകത്തിലേക്ക്, സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക്. അതുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഓർമ്മിച്ചെടുക്കേണ്ട 2002 ശേഷം ഇന്ത്യയിൽ സംഭവിച്ച, നമ്മളെ അഭിമാനം കൊള്ളിക്കുന്ന വംശഹത്യ നമ്മെ ആശങ്കപ്പെടുത്തുമ്പോൾ, നമ്മളെ മുറിപ്പെടുത്തുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ അഭിമാനം കൊള്ളിക്കുന്ന ഒരനുഭവമാണ് ഞാൻ ആദ്യം പങ്കുവെക്കുന്നത്. പക്ഷേ നമുക്കറിയാം, വെറും അഭിമാനം കൊള്ളിക്കുന്ന അനുഭവങ്ങളല്ല, അതിനെ അപകീർത്തിപ്പെടുത്തുന്ന, നമ്മളെ ആകെ അസ്വസ്ഥതയുടെ ആഴങ്ങളിലേക്ക് ദയാരഹിതമായി വലിച്ചെറിയുന്ന ഏറ്റവും ഭീകരമായ അനുഭവങ്ങളും. ഈ രണ്ട് അനുഭവങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ആദ്യത്തേതിനോട്, അതായത് സൗഹൃദം, സ്നേഹം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനോട് ചേർന്നു നിന്നും പരമാവധി മനുഷ്യരെ ചേർത്ത് നിർത്തിയും അതേസമയം സ്നേഹത്തിനും സാഹോദര്യത്തിനും പരിക്കേൽപ്പിക്കുന്നതിനെ ചെറുത്തു തോൽപ്പിച്ചും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാൻ ഓർമ്മിച്ചെടുക്കുന്ന ഒരനുഭവം 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ സംഭവിച്ച ഒരു കലാപത്തെ, ഒരു ഗ്രാമം കത്തിച്ചാമ്പലായി ചാരമായി തീരുന്നതിനെ എങ്ങനെയാണ് സമാധാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ജനത ചെറുത്തു തോൽപ്പിച്ചത് എന്നതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു മാതൃക എന്ന അർത്ഥത്തിലാണ്. എത്ര ആവർത്തിച്ചാലും അധികമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നടന്നത് 2018 മാർച്ച് മാസത്തിൽ നൂറാനി മസ്ജിദിൽ, നൂറാനി പള്ളി, അസൻഹോളിലെ വളരെ പ്രസിദ്ധമായ, പശ്ചിമ ബംഗാളിലെ അസൻഹോളിലെ വളരെ പ്രസിദ്ധമായ പള്ളികളിലൊന്നാണ് നൂറാനി മസ്ജിദ്. ആ നൂറാനി മസ്ജിദ് നിൽക്കുന്ന പ്രദേശത്ത്, അതായത് നേരത്തെ പരാമർശിച്ച അസൻഹോൾ എന്ന സ്ഥലത്ത്, ഹനുമാൻ ജയന്തിയുടെ, സത്യത്തിൽ ഏതുത്സവവും, അത് രാമനവമി ആയാലും ഹനുമാൻ ജയന്തി ആയാലും മറ്റേത് ഉത്സവമായാലും, ഇതിനു മുമ്പൊക്കെ അസൻഹോൾ ഉൾപ്പെടെ എല്ലാ പ്രദേശത്തും ജനങ്ങൾക്കിടയിൽ ഊർജവും ഐക്യവും സൗഹൃദവും സ്നേഹവും വർദ്ധിപ്പിക്കാനാണ് ഉതകിയിട്ടുള്ളത്. എങ്കിൽ
സമീപകാലത്ത്, പ്രത്യേകിച്ചും 2014 ഇന്ത്യൻ നവഭാസത്തിൻ്റെ രാഷ്ട്രീയ അധികാര ആരോഹണത്തിന് ശേഷം ഉത്സവങ്ങൾ പോലും രക്തമൊഴുക്കുന്ന അവസ്ഥയിലേക്ക് തനിയെ എത്തിപ്പെട്ടതല്ല, അതിനെ രക്തക്കളങ്ങളിലേക്ക് വലിച്ചിഴച്ചതാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ. അതിൻ്റെ ഉദാഹരണമായിരുന്നു അസൻഹോളിലെ ഹനുമാൻ ജയന്തി ആഘോഷം. ഈ ആഘോഷത്തിനിടയിലാണ് 14 വയസ്സുള്ള അസൻഹോൾ ഗ്രാമത്തിന് ഏറെ പ്രിയപ്പെട്ട ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല കുട്ടികളിൽ ഒരാളായി ജാതിമത ഭേദമന്യേ എല്ലാവരും ആദരിച്ച ഷിപ്തുള്ള റാഷിദി എന്ന് പറയുന്ന നൂറാനിപ്പള്ളിയിലെ ഇമാം ദാദുൽ റാഷിദിയുടെ മകൻ, ആ ദാദുൽ റാഷിദിയുടെ മകൻ, നൂറാനിപ്പള്ളിയിലെ ഇമാമിൻ്റെ മകൻ, ഹനുമാൻ ജയന്തിയുടെ ആഘോഷത്തിൻ്റെ മറവിൽ നടന്ന കലാപത്തിൽ കൊല്ലപ്പെടുന്നു. നമുക്ക് ഊഹിക്കാവുന്നതാണ് അതുണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ. ആയിരക്കണക്കിന് മനുഷ്യർ നൂറാനി പള്ളിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ആരും ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും ഹൃദയം പൊട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. പകയും പ്രതികാരവുമാണ് ഉള്ളിൽ നുരച്ചു പറയുന്നത്. പക്ഷെ ആ സമയത്താണ് നൂറാനി പള്ളിയിലെ ഇമാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇമാം ദാദുൽ റാഷിദി, അവിസ്മരണീയമാണ് ആ പേര്, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. അദ്ദേഹം പകയും പ്രതികാരവും തിളയ്ക്കുന്ന ആ പ്രദേശത്തെ മനുഷ്യരോട് ഹൃദയസ്പർശിയായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, 30 കൊല്ലമായി ഞാൻ ഈ പ്രദേശത്ത്, ഈ പള്ളിയിൽ ഇമാമായി നിങ്ങൾക്ക് സകല കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നു. വിവാഹത്തിലും മരണത്തിലും സംഘർഷത്തിലും സങ്കടത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്നോടൊപ്പവും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു നിർണായക സന്ദർഭമാണ്. എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, ഈ ഗ്രാമത്തിന് ഒരു കുട്ടി നഷ്ടപ്പെട്ടു, ഇനി ഒരു കുട്ടി പോലും ഈ ഗ്രാമത്തിന് നഷ്ടപ്പെട്ടുകൂടാ. ഒരു തുള്ളി ചോര പോലും ഈ ഗ്രാമത്തിൽ ഒഴുകരുത്. അതുകൊണ്ട് സമാധാനം, 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 അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഞാൻ 30 കൊല്ലമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് അതേ സമാധാനത്തെക്കുറിച്ചാണ്. നിങ്ങൾ സമാധാനം തകർക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം, ഒരു വാക്ക്, ഒരു നോട്ടം, എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ സമയം ഞാൻ ഈ പള്ളി വിട്ട്, ഈ ഗ്രാമം വിട്ട് പോകും. പിന്നെ ഞാൻ തിരിച്ചു വരില്ല. ഇമാം ദാദുൽ റാഷിദിയുടെ ഹൃദയസ്പർശിയായ സമാധാന പ്രഭാഷണം പകയും പ്രതികാരവും കത്തിജ്വലിച്ച മനസ്സിലേക്ക് സ്വസ്ഥതയുടെ ഒരു കുളിനീർമഴ വന്നു വീണതുപോലെ അവർ സ്വസ്ഥരായി. മാത്രമല്ല, ഈ പള്ളിയിൽ വരാത്ത ആരെങ്കിലും ഈ സംഭവമറിഞ്ഞ് തൊട്ടടുത്തുള്ള മറ്റു മതസ്ഥരെ ആക്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ അവർ ആ വീടുകൾക്ക് കാവൽ നിന്നു. മതസൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ മാതൃക 2018 മാർച്ചിൽ പശ്ചിമ ബംഗാളിലെ നൂറാനി പള്ളിയിൽ ഇമാം ദാദുൽ റാഷിദിയുടെ നേതൃത്വത്തിൽ നടന്നു. ഇത് സമകാലീന ഇന്ത്യ ചരിത്രത്തിൽ കണ്ണീരിലും ചോരയിലും കിനാവിലും എഴുതപ്പെട്ട വാക്കുകളാണ്. അതിന് നാം കാവൽ നിൽക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുവരെ പറഞ്ഞു പോന്നത് ഗുജറാത്ത് വംശത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ്? പ്രതിരോധത്തിൻ്റെ ഒരു വഴിയാണ് ഇമാം ദാദുൽ റാഷിദി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നമുക്കറിയാം, പ്രതിരോധത്തിനൊരു വഴി മാത്രമല്ല. കൈകൂപ്പി നിന്ന കുത്തുബ്ദീൻ അൻസാരി മുമ്പത്തെ എപ്പിസോഡിൽ പരാമർശിച്ച പേരാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മതനിരപേക്ഷത? ഈ ചോദ്യം നാം പലതവണ കേട്ടതാണ്. ഇതേക്കുറിച്ച് എഴുതപ്പെട്ട പ്രബന്ധങ്ങൾക്ക്, പുസ്തകങ്ങൾക്ക് കണക്കില്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ തെരുവിനും, ഗ്രാമത്തിനും, വിദ്യാലയത്തിനും, സർവകലാശാലക്കും, ടൗൺ ഹാളുകൾക്കും
അനുഭവിച്ചതിൻ്റെ എത്രയെത്രയോ കഥകൾ പറഞ്ഞാലും തീരില്ല, നമുക്ക് കേട്ടാലും തീരില്ല, എഴുതിയാലും തീരില്ല. അത്രയേറെ കഥകളുണ്ട്. പക്ഷേ കുതുബ്ദീൻ അൻസാരിയോട് എന്താണ് മതനിരപേക്ഷതയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായമെന്ന് വംശഹത്യാനന്തര ഗുജറാത്തിൽ വെച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത് ആ ഉത്തരം ഏറ്റവും പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. തലയിൽ ഒരു തൊപ്പി വച്ചാൽ പരിഹസിക്കാത്ത, മുസ്ലിങ്ങളെ പപ്പി പട്ടി എന്ന് വിളിക്കാത്ത, ഒരു മതത്തിൽപ്പെട്ടവരോടും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാത്ത, എല്ലാവരും മനുഷ്യരാണ് എന്ന് കരുതുന്ന ആ കരുതലാണ്, ആ കാഴ്ചപ്പാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത. മതനിരപേക്ഷതയ്ക്ക് നിരവധി നിർവചനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നിറപ്പകിട്ടോടെ ചിത്രശലഭങ്ങൾ കണക്ക് നമ്മുടെ മുമ്പിൽ നിരന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ജീവിക്കുന്ന മതനിരപേക്ഷതയുടെ ലിവിങ് സെക്കുലാറിസം ഏറ്റവും സൂക്ഷ്മവും ഹൃദ്യവും കാവ്യാത്മകവുമായ നിർവചനം നൽകിയത് ഒരു കവിയുമല്ല, ഒരു അക്കാദമിക് പണ്ഡിതനുമല്ല, ഒരു ചരിത്ര പ്രതിഭയുമല്ല, മറിച്ച് സാധാരണക്കാരനായ എന്നാൽ വംശഹത്യയുടെ ഭീകരതകൾക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന് ചെറുത്തുനിൽപ്പ് നടത്തിയ കുതുബ്ദീൻ അൻസാരിയാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കണ്ണുനീർ, കൈകൂപ്പൽ, ജീവന് വേണ്ടി യാചിക്കൽ, വംശഹത്യയുടെ സമയത്ത് മരിച്ചതുപോലെ കിടക്കൽ, ഒളിക്കൽ, സ്വന്തം പ്രിയപ്പെട്ടവരെ പീഡിപ്പിക്കുന്നത് കാണുമ്പോഴും പ്രതിരോധം കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമെന്നുണ്ടെങ്കിൽ ശക്തമായി പിന്നീട് പ്രതിരോധം തുടരാൻ തൽക്കാലം മാറി നിൽക്കൽ ഉൾപ്പെടെ എന്തും പ്രതിരോധത്തിൻ്റെ ബൃഹത് ഡിക്ഷണറിയിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇത്രയും അമർത്തി പറയാൻ കാരണം പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ചീറി വരുന്ന വെടിയുണ്ടകളുടെ മുന്നിലേക്ക്, രക്തം കൊതിക്കുന്ന വാളുകളുടെ മുമ്പിലേക്ക് നെഞ്ചു കാട്ടലാണ്, കഴുത്ത് കാട്ടലാണ്. ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യമാവും. പക്ഷേ അത് മാത്രമാണ് പ്രതിരോധം എന്ന് കരുതുന്നത് തെറ്റാണ്. കുതുബ്ദീൻ അൻസാരി കൈകൂപ്പിയെങ്കിൽ അത് പിന്നീട് മുഷ്ടി ചുരുട്ടാൻ വേണ്ടി ആയിരുന്നു എന്ന് നാം കൃത്യം തിരിച്ചറിയുമ്പോൾ കൈകൂപ്പലിലും കണ്ണീരിലും നേരത്തെ നൂറാനി പള്ളിയിലെ ഇമാം ദാദുൽ റാഷിദ് നടത്തിയ സമാധാന പ്രഭാഷണത്തിലും എല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ആവിഷ്കാരങ്ങളുണ്ട്, ചെറുത്തുനിൽപ്പുണ്ട്, പ്രതിരോധമുണ്ട്. അതുകൊണ്ട് അടിക്കടി എന്നത് മാത്രമാണ് പ്രതിരോധത്തിൻ്റെ മാതൃഭാഷ എന്ന് നാം കരുതുന്നത് സൂക്ഷ്മാർത്ഥത്തിൽ ശരിയാവുകയില്ല. ചരിത്രം അതിനെ ശരിവെക്കുന്നില്ല. പലതരം പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സൂക്ഷ്മമായ വിശകലനങ്ങളാണ്, വിമർശനങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മതനിരപേക്ഷതയെക്കുറിച്ച് ഗുജറാത്തിലെ വംശഹത്യാ പശ്ചാത്തലത്തിൽ കുതുബ്ദീൻ അൻസാരി നൽകിയ ആ നിർവചനം കൈകൂപ്പി നിൽക്കുന്ന ഒരാളുടെ നിസ്സഹായതയല്ല, നിവർന്നു നിൽക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ്റെ ധീരതയാണ് ആവിഷ്കരിക്കുന്നത്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്, ഞാൻ എന്ത് വിശ്വസിക്കണമെന്ന്, ഞാൻ ഏത് ആചാരങ്ങൾ പിന്തുടരണമെന്ന്, ഞാൻ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിലിടപെടാതിരിക്കലാണ് മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുന്ന കാഴ്ചപ്പാട് എന്ന് തന്നെയാണ് നിവർന്നു നിന്നുകൊണ്ട് ഈ ഒരു അഭിപ്രായപ്രകടനം നടത്താൻ കുതുബ്ദീൻ അൻസാരി ബാക്കിയായത്. അന്ന് കൈകൂപ്പിക്കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, തൽക്കാലം അത് ഒരു കൂപ്പിയ കൈയായിരുന്നു. പക്ഷേ അതാണ് പിന്നീട് ചുരുട്ടിയ മുഷ്ടിയായി മാറിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യയിൽ പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ ആ സമയത്തുണ്ടായിട്ടുണ്ട്. അത് മുഴുവൻ വിവരിക്കാനോ വിശദീകരിക്കാനോ ഉള്ള ഒരു സന്ദർഭമായി ഇതിനെ മാറ്റുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് വെറും ഒരു കോമയാണ്. ഇതേക്കുറിച്ച് എഴുതപ്പെട്ട നിരവധി പുസ്തകങ്ങൾ, പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ, പത്രത്തിൽ വന്ന വാർത്തകൾ, വീഡിയോ, സിനിമ,
കഥകൾ, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടണം. മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരനായ NS മാധവൻ്റെ ഗുജറാത്ത് വംശഹത്യാനന്തര പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കഥ, പ്രത്യേകിച്ചും കുത്തുബുദ്ദീൻ അൻസാരിയുടെ പേര് പറഞ്ഞതുകൊണ്ട് അതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. കഥയുടെ പേര് നിലവിളി. NS മാധവൻ. അതിൻ്റെ അവസാനത്തിലാണ് എന്നാണ് ഞാൻ കരുതുന്നത് കുത്തുബുദ്ദീൻ അൻസാരി ഒരു കണ്ണാടിയെടുത്ത് 5-8 ദിവസമായി വംശഹത്യയ്ക്ക് ശേഷം കണ്ണാടി നോക്കാൻ അവസരം കിട്ടിയിട്ടില്ല, സൗകര്യം കിട്ടിയിട്ടില്ല, മനസ്സ് വന്നിട്ടില്ല. അത്രമേൽ മനസ്സ് മരവിച്ചു പോയതുകൊണ്ട് തൻ്റെ മുഖത്തിനെന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. കണ്ണാടി നോക്കിയപ്പോൾ കുത്തുബുദ്ദീൻ അൻസാരി കണ്ടത് തനിക്ക് തന്നെ അപരിചിതനായ തന്നെയാണ്. ഒരാൾ സ്വയം അപരിചിതനായി തീരുക എന്ന് പറയുന്നത് അപരിചിതത്വത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അത് അന്യവൽക്കരണത്തിൻ്റെ, ഏലിനേഷൻ എന്ന് നാം വിളിക്കുന്ന അന്യവൽക്കരണത്തിൻ്റെ അങ്ങേ അറ്റമാണ്. മുഖത്ത് രോമങ്ങൾ വളർന്നിരിക്കുന്നു, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഭയന്ന് വിറച്ച അവസ്ഥയിൽ നിന്ന് ഏറെക്കുറെ ഭയം വിട്ടുമാറിയൊരു പശ്ചാത്തലത്തിൽ കുത്തുബുദ്ദീൻ അൻസാരി സാഹസികമായി ചിരിക്കാനൊരു ശ്രമം നടത്തി. പക്ഷെ ചിരിക്കാൻ പറ്റുന്നില്ല. ചിരിയെ സഹായിക്കുന്ന മാംസപേശികൾ ഇളകുന്നില്ല. ചിരി മറന്നുപോയ, ചിരിക്കാൻ മനസ്സ് കൊതിച്ചിട്ടും ചിരിക്കാൻ ശരീരം സഹായിക്കാത്ത ഒരവസ്ഥ. മുമ്പത്തെ എപ്പിസോഡിൽ ദിഗന്തോഷയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ചിരി മറന്ന, ചിരിഭസ്മമായ ഗുജറാത്ത്. NS മാധവൻ്റെ കഥ മാത്രമല്ല, ഡോക്യു ഫിലിമുകൾ ഉൾപ്പെടെ ഗുജറാത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതിൽ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ഭീകരരുടെ അലറൽ മാത്രമല്ല ഉള്ളത്. ഇരകളെ ചേർത്ത് പിടിച്ച എത്രയെത്രയോ മനുഷ്യർ, മതം നോക്കാതെ, ജാതി നോക്കാതെ ഇരകളെ ചേർത്ത് പിടിച്ച എത്രയെത്രയോ മനുഷ്യർ, അവരും കൂടി ഉൾപ്പെട്ടതാണ് ഗുജറാത്ത്. ഗുജറാത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും കൊന്നു കൊലവിളിക്കുന്ന ഭീകരർ. അവിടെയാണ് ഭീകരതയുടെയും ഫാസത്തിൻ്റെയും പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള പ്രതിരോധമാണ് ഉയർന്നു വരേണ്ടത്. കേരളത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഈ ഒരു ഇടപെടൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഗുജറാത്തിനെ കേന്ദ്രമാക്കിയുള്ള ഈ അന്വേഷണം അവസാനിക്കുന്നതുകൊണ്ടല്ല. സത്യത്തിൽ ഇതിനെ അവസാനിക്കാനാവില്ല. ഇന്ത്യയിൽ നവഫാസിസ്റ്റ് രാഷ്ട്രീയ ആശയങ്ങൾക്ക് മേൽക്കൈയുള്ളിടത്തോളം കാലം ഗുജറാത്തിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾക്ക് പിൻവലിയാൻ കഴിയില്ല. പക്ഷേ താൽക്കാലികമായി ഒരു കോമയിട്ടുകൊണ്ട് ഇത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. കേരളത്തിലും ഇത്തരം പശ്ചാത്തലം ഉണ്ടാകുമോ? പക്ഷേ ഒരു തിരുത്ത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലല്ല, ഈ സംഭവം ഉണ്ടായത് മംഗളൂരുവിലാണ്, കർണാടകയിലാണ്. പക്ഷേ മലയാളികളായ 2 മാധ്യമപ്രവർത്തകർക്കാണ്, ഏഷ്യാനെറ്റിലെ മുജീബുർ റഹ്മാനും പ്രതീഷ് കാപ്പൂത്തും. 2 പേരും 2019 ഡിസംബറിൽ 20-ാം തീയതിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അവിടുത്തെ സമരം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പോയപ്പോൾ അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട അവരുടെ പേരും മറ്റും മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നത്, സുഹൃത്തുക്കളായിരിക്കാൻ കഴിയുന്നത് എന്ന് മംഗളൂരുവിലെ പോലീസിന് അത്ഭുതം. മലയാളിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ജാതി മത സങ്കുചിതത്വത്തിനപ്പുറം സൗഹൃദം പങ്കുവെക്കുന്ന, സപ്തർ ഹാഷ്മിയുടെ കവിതയിൽ പറയുന്നത് പോലെ സ്നേഹം അനുഭവിക്കുന്ന മലയാളികൾ. അതുകൊണ്ട് തന്നെ മുജീബുർ റഹ്മാനും പ്രതീഷ് കാപ്പൂത്തും ഇതെന്ത് കോപ്പിരാട്ടിരി എന്ന് ആലോചിച്ച് പോയിരിക്കണം. പക്ഷേ അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ
ഒരു പ്ലേറ്റിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ മാംഗ്ലൂരു പോലീസിനെ, അവരുടെ സങ്കുചിതത്വത്തെ ഒന്നുകൂടി ഞെട്ടിപ്പിച്ചു. ഇതേക്കുറിച്ച് പറയാവുന്ന കാര്യം, ചെറിയ ഒരു ഇടപെടൽ പോലും വലിയ സന്ദേശമായി വംശഹത്യാനന്തര പശ്ചാത്തലത്തിൽ മാറുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യമെന്നാൽ സ്നേഹിക്കലും സഹായിക്കലുമാണ് കൂട്ടരെ. എങ്ങുമെങ്ങുമുള്ള മനുഷ്യരെ സ്നേഹിക്കുക, സഹായിക്കുക, നിർഭയരായി സ്നേഹിക്കുക. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ അഭിമാനമായ, ലോകത്തിൻ്റെ അഭിമാനമായ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ടല്ലോ, എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായിരിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് അല്ലയോ ദൈവസ്ഥനായ പിതാവേ നീ ഞങ്ങളെ നയിച്ചാലും. തുടക്കത്തിൽ പറഞ്ഞ പോലെ അന്വേഷണത്തിൻ്റെ അൽഗോരിതം അതിൻ്റെ ഗുജറാത്ത് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള വിശകലനം താൽക്കാലികമായി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൻ്റെ എപ്പിസോഡ് മുതൽ സമകാലീന പ്രശ്നങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള അതിൽ കഥകൾ, കവിതകൾ, സംഭാഷണങ്ങൾ, കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, അനുഭവിച്ചത്, അനുഭൂതിപ്പെട്ടത്, അസ്വസ്ഥപ്പെട്ടത്, നമ്മൾ അന്വേഷിക്കേണ്ടത് ഉൾപ്പെടെ സകലവിധ കാര്യങ്ങളും സമയപരിമിതിക്കുള്ളിൽ നിന്ന് ചെറിയ തോതിൽ അടുത്ത അന്വേഷണത്തിൻ്റെ അൽഗോരിതം മുതൽ പറഞ്ഞു തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കെൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ.